ഇന്ന് നമുക്ക് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ 1940 കാലഘട്ടം കേരള കർണാടക ബോർഡറാണ് കാണിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം. ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുകയാണ്. ബ്രിട്ടീഷുകാരാണെങ്കിലോ ക്രൂരമായിട്ടാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും സഹിക്കാനാകാതെ ഒരു ഫാമിലി രാത്രിക്ക് രാത്രി തന്നെ രക്ഷപ്പെട്ടു പോവുകയാണ്. ആ കുടുംബം കാട്ടിലൂടെയാണ് നടന്നു പോകുന്നത്. കൊടും കാടിന്റെ ഒത്ത നടുക്കെത്തുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞ് വണ്ടികളുടെ ശബ്ദവും ചീവീടിന്റെ ശബ്ദവും ഒക്കെ കേട്ട് വല്ലാതെ കരയുകയാണ്. എത്രയും വേഗം ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്നും എല്ലാവരും തീരുമാനിക്കുന്നു. എന്നാൽ അവർ നടന്നു പോകുന്ന സമയത്താണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഒരു മരത്തിൽ 5-6 പേരെ കെട്ടി തൂക്കി നിർത്തിയിരിക്കുന്നു. അതിലൊരമ്മ തന്റെ കുഞ്ഞിനെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞാണ് കരയുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന വയസ്സായ ആളാണെങ്കിലോ അതെന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കുന്നു. മനസ്സ് കല്ലാക്കിയാണ് അവിടേക്ക് അദ്ദേഹം എത്തുന്നത്. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കണമെന്നും ആ ആൾ തീരുമാനിക്കും. അതേ സമയം തന്നെയായിരുന്നു കെട്ടഴിഞ്ഞ് ആ കുഞ്ഞ് തറയിലേക്ക് വീഴുവാനായി പോകുന്നത്. ആ മുത്തശ്ശനാണെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പിടികൂടുകയാണ്. അതിനുശേഷം ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നല്ലോ, ആ പെൺകുട്ടിയുടെ കൈവശം കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും അവിടെ നിന്ന് യാത്രയാവുകയാണ്. അവരൊരു മലയോരത്തു കൂടിയാണ് യാത്ര നടത്തുന്നതും. എന്നാൽ ആ മലയോര ഗ്രാമത്തിൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ അവരെ എല്ലാവരെയും അടക്കി വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കുഞ്ഞമ്പു നമ്പ്യാർ. ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ജനങ്ങളെ ദ്രോഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് കുഞ്ഞമ്പു നമ്പ്യാർ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. കുഞ്ഞമ്പു നമ്പ്യാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ ഒരു മലയോര പ്രദേശം തന്റെ കൺട്രോൾ കൊണ്ടുവരിക, താൻ അവിടെ അടക്കി വാഴണം. അത് തന്നെയാണ് ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത്. അതും ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് എല്ലാ സഹായവും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് കുഞ്ഞമ്പു നമ്പ്യാരാ. കുഞ്ഞമ്പു നമ്പ്യാരാണ് ബ്രിട്ടീഷുകാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതെന്നുള്ള കാര്യം ഗ്രാമവാസികൾക്ക് അറിയത്തേയില്ല. അവർ കരുതിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ മാത്രമാണ് തങ്ങളെ ദ്രോഹിക്കുന്നതെന്ന്. അങ്ങനെ ഏകദേശം 15 വർഷം കടന്നുപോയി. കേരളത്തിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. എന്നാൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ എതിർക്കുന്നു. കാരണം ആ ഗ്രാമത്തിലുള്ളവർ കൂടുതൽ പേരും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം ലക്ഷ്യം വെക്കുന്നത് ആർക്കും ഒരു മതമെന്നതില്ല, എല്ലാവരും തുല്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ കണക്കാക്കിയാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നവർക്ക് അതത്ര ഇഷ്ടമായതേയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടുകൂടി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഒരുപാട് പേരാണെങ്കിൽ മതം ഉപേക്ഷിച്ച് പോവുകയുണ്ടായി. അതവിടുത്തെ ഫാദറിന് അത്ര ഇഷ്ടമായതേയില്ല. എന്നാൽ ഫാദർ ജനങ്ങളോട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർക്കണമെന്നാണ്. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരുപാട് പയ്യന്മാർ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് ചെന്ന് ചേരുകയും മതമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെല്ലാവരും അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് മതമില്ലാതാകുമോ എന്ന പേടിയായിരുന്നു ഫാദറിന്. ഫാദർ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. നമ്മുടെ മതം ഇങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മതത്തിൽ ഒരു ബലശാലിയായിട്ടുള്ള ആള് വേണം. ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പിരിഞ്ഞു പോയി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ചേർന്നവരെ എല്ലാവരെയും വിരട്ടി വീണ്ടും പഴയതുപോലെ മതത്തിൽ ചേർക്കണം. അതായിരുന്നു ഫാദറിന്റെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ട് ഫാദർ കണ്ടെത്തിയത് അവരുടെ ഗ്രാമത്തിൽ തന്നെ പേര് കേട്ട ഗുണ്ടയായിട്ടുള്ള ജോർജ് എന്ന ആളിനെയായിരുന്നു. അങ്ങനെ ജോർജിനെ പോയി കാണുകയാണ് ഫാദറും കൂട്ടരും. മതത്തിൽ നിന്ന് പോയവരെ എല്ലാവരെയും വിരട്ടി തിരികെ മതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ഇനി ആരും പിരിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ജോർജിനടുത്ത് ചെന്ന് സംസാരിക്കുന്നത്. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ ജോർജിനെ എല്ലാവരും പേടിക്കുന്ന ആളാണെങ്കിലും ജോർജ് വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എല്ലാവർക്കും ഒരു മതം മാത്രമാണല്ലോ മനുഷ്യൻ എന്നത് മാത്രം. അല്ലാതെ പല മതത്തിൽപ്പെട്ട് മതത്തിൽ വേർതിരിവുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ആരും തന്നെ പ്രവർത്തിക്കുന്നതേയില്ല. ജോർജ് പറയുന്നത്, എന്തിനാ ഇങ്ങനെ മതം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? നിങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യർക്കിടയിൽ ഇങ്ങനെയുള്ള വേർതിരിവ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും ജോർജ് പറയുന്നു. മാത്രവുമല്ല പള്ളിക്ക് മുന്നിലായിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ കൊടിയും കൊണ്ടുവന്ന് വെക്കുകയാണ്. അതോടുകൂടി ഫാദർ ആകെ തകർന്നു പോകും. ഇനി എന്തായാലും നാട്ടിലുള്ള ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർക്കില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടിയിട്ട് നാടിന് പുറത്തു നിന്നും ഒരാളിനെ കൊണ്ടുവരണമെന്നും ഫാദർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഫാദർ ഗ്രാമത്തിന് പുറത്തു നിന്നും നായകനായി ക്രിസ്റ്റഫറിനെ കൊണ്ടുവരുന്നത്. ക്രിസ്റ്റഫർ ഗ്രാമത്തിലേക്ക് വന്ന ഉടനെ തന്നെ ജോർജിനെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റഫറിന് പറഞ്ഞു കൊടുക്കുന്നു. ക്രിസ്റ്റഫർ ഗ്രാമത്തിലെത്തിയ ഉടനെ തന്നെ ആദ്യം ചെയ്തത് പള്ളിയുടെ മുന്നിലായിട്ട് വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കൊടിയെടുത്ത് മാറ്റുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അവിടേക്ക് ജോർജ് വരും. അങ്ങനെ ജോർജുമായിട്ട് വലിയ ഫൈറ്റ് തന്നെ നടക്കും.
നടക്കുന്നു. ആ ഫൈറ്റിനൊടുവിൽ ജോർജിനെ അടിച്ചു തോൽപ്പിക്കുകയാണ് ക്രിസ്റ്റഫർ. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയും എടുത്ത് ഓടിച്ചു ദൂരെ കളയുന്നു. അതോടുകൂടി ഫാദറിന് ഒരുപാട് സന്തോഷമായി. കാരണം എല്ലാവരും പേടിച്ചിരുന്ന ജോർജിനെ ദേ ഇപ്പോൾ പുഷ്പം പോലെ അടിച്ച് തറയിലിട്ടിരിക്കുകയാണ് ക്രിസ്റ്റഫർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദേ ഇന്നേ ദിവസം രാത്രിയാണ് ഫാദർ ഒന്ന് മനസമാധാനത്തോടു കൂടി ഉറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ ഫാദർ കാണുന്ന കാഴ്ച, ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ക്രിസ്റ്റഫർ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ക്രിസ്റ്റഫറിന് അറിയാവുന്ന അടിതടി വിദ്യകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റഫർ പറയുന്നത്, താൻ ഈ ഗ്രാമത്തിൽ ഇല്ലെങ്കിൽ പോലും ഈ ഗ്രാമത്തില് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും തന്റെ ദേഹത്ത് കൈവയ്ക്കുന്നവന് തിരിച്ചു കൊടുക്കാൻ പാകത്തിന് എല്ലാം പഠിച്ചിരിക്കണം എന്നതായിരുന്നു ക്രിസ്റ്റഫർ പറയുന്നത്. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ക്രിസ്റ്റഫർ മാറി. ക്രിസ്റ്റഫറിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ആ ഗ്രാമത്തിന്റെ കാവൽക്കാരനെ പോലെയാണ് ഇപ്പോൾ ക്രിസ്റ്റഫർ ഉള്ളത്. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തങ്ങളുടെ കൊടിയുമായിട്ട് ഗ്രാമത്തിന്റെ പരിസരത്ത് പോലും വരുവാനായിട്ട് ക്രിസ്റ്റഫർ സമ്മതിക്കുന്നതേയില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പക്ഷേ ഈ ക്രിസ്റ്റഫറിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ക്രിസ്റ്റഫർ ആണെങ്കിലോ ഓരോ ഗ്രാമത്തിലും ചെന്ന് അവിടുത്തെ ഗ്രാമവാസികളെ കുറിച്ചൊക്കെ അറിയുകയാണ് ചെയ്യുന്നത്. ക്രിസ്റ്റഫറിനൊപ്പം എപ്പോഴും ഒരു പയ്യൻ കാണും, ക്രിസ്റ്റഫറിന്റെ ശിഷ്യനെ പോലെ. ക്രിസ്റ്റഫർ എന്ത് ചെയ്യുന്നതിന് മുൻപും ആ പയ്യനോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്റ്റഫർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് തന്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ക്രിസ്റ്റഫറിനെ വളർത്തിയ സീത ചേച്ചിയെ കുറിച്ചാണ് ക്രിസ്റ്റഫർ ഓർക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്റ്റഫർ ആരെന്ന് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ, 1940 കാലഘട്ടത്തില് ആ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണം നടന്ന സമയത്ത് ഒരു കൂട്ടം ഗ്രാമവാസികൾ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായി നോക്കി. അപ്പോൾ വരുന്ന വഴിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ കുറച്ചുപേരെ കെട്ടിത്തൂക്കി നിർത്തിയതിൽ നിന്നും ഒരു സ്ത്രീയുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞ് താഴേക്ക് വീഴുവാനായി പോയി. ഒരു മുത്തശ്ശൻ അതിനെ രക്ഷിച്ചു. ആ കുഞ്ഞിനെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ, യഥാർത്ഥത്തിൽ ആ കുഞ്ഞു തന്നെയാണ് ദേ ഇപ്പോഴുള്ള ക്രിസ്റ്റഫർ. ആ പെൺകുട്ടിയാണ് അവനെ വളർത്തിയ സീത ചേച്ചിയും. ആ ഒരു സീൻ അവിടെ കട്ടായി. അടുത്ത ദിവസം ഗ്രാമത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരികയാണ്. മതം ഒന്നും വേണ്ട, മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊരു രീതിയിലാണ് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരുന്നത്. എന്നാൽ അവരെ എല്ലാവരെയും ക്രിസ്റ്റഫർ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ജനങ്ങളെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മതമൊന്നുമില്ലാതെ മനുഷ്യർക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ള രീതിയിലൊക്കെ ഒരു നാടകം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ നാടക ട്രൂപ്പുകാരും ഗ്രാമത്തിലേക്ക് എത്തുന്നു. ആ നാടക ട്രൂപ്പ് അത്യാവശ്യം ഫേമസ് ആയതാണ്. കാരണം ആ നാടക ട്രൂപ്പിൽ ഒരു നായികയുണ്ട്. അതാണ് നമ്മുടെ കഥാനായികയെ റെബേക്കയും. റെബേക്ക കാണാൻ സുന്ദരിയായത് കൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാരും അവളെ കാണുവാൻ വേണ്ടിയിട്ട് മാത്രം നാടകം കാണുവാൻ വേണ്ടിയിട്ട് എത്തും. അങ്ങനെ ആ ഒരു നാടക ട്രൂപ്പിനെയാണ് ഇപ്പോൾ ദേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ റെബേക്കയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. പക്ഷേ ഗ്രാമത്തലവനാണെങ്കിൽ ഒരു ദിവസം റെബേക്കയെ കടത്തിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം അറിയുന്ന ക്രിസ്റ്റഫർ ആണെങ്കിൽ റെബേക്കയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ പോവുകയാണ്. എന്നിട്ട് ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്നും റെബേക്കയെ രക്ഷിക്കുന്നു. പക്ഷേ റെബേക്കയുടെ മുഖമൊന്നും നമ്മുടെ ക്രിസ്റ്റഫർ കണ്ടിട്ടേയില്ല. അവൾ ആരെന്നോ എന്താണെന്നോ എന്നൊന്നും നമ്മുടെ നായകനായ ക്രിസ്റ്റഫറിന് അറിയത്തേയില്ല. അവൻ അവളെ രക്ഷിച്ചു, അത്ര തന്നെ. പക്ഷെ അവളുടെ മുഖവും ക്രിസ്റ്റഫർ കണ്ടിട്ടില്ല. എന്നാൽ അവന്റെ കൂടെ പോകുന്ന റെബേക്ക ചിന്തിക്കുന്നത്, ഒരുപാട് പേർ നാടകം കാണാൻ വരുന്ന സമയത്തെല്ലാം തന്നെ ആസ്വദിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾ മാത്രമാണ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്തത്. അടുത്ത ദിവസം നാടകം നടക്കുകയാണ്. എന്നാൽ നാടകം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റെബേക്ക നേരെ വരുന്നത് അവിടെയുണ്ടായിരുന്ന ക്രിസ്റ്റഫറിന്റെ അടുത്തേക്കാണ്. ക്രിസ്റ്റഫറിന് റെബേക്കയാണ് താൻ രക്ഷിച്ചതെന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. എന്നാൽ റെബേക്കയാണെങ്കിൽ ക്രിസ്റ്റഫറിന് നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്നു. ക്രിസ്റ്റഫർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായത് കൊണ്ട് തന്നെ നാടകമൊന്നും കണ്ടൂടല്ലോ. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫർ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ റെബേക്ക അവന് ആദ്യ കാഴ്ചയിൽ തന്നെ അങ്ങ് ഇഷ്ടമായി. അവളോടുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ അവൻ ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൻ ആരും അറിയാതെ നാടകം രസിച്ച് കാണുകയാണ്. അത് റെബേക്കയെ കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ നാടകമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് റെബേക്ക മാത്രം പോകുന്നില്ല. ക്രിസ്റ്റഫറിനെ കാണുവാൻ വേണ്ടിയിട്ട് അവൾ പോവുകയാണ്. ക്രിസ്റ്റഫർ ആണെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്നു. ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് എത്തിയ റെബേക്ക, എന്ത് പറ്റി, നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ നാടകം കണ്ടിരുന്നു, പക്ഷെ എല്ലാം കൊള്ളാം. അതിലൊരു സീൻ എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കണ്ട് ഞാൻ അതെല്ലാം ഓർത്താണ് കരയുന്നതെന്നും അവൻ പറയുന്നു. എന്താ സംഭവമെന്ന് റെബേക്ക ചോദിക്കുകയാ. 1968 കാലഘട്ടത്തില് ക്രിസ്റ്റഫറിനെ വളർത്തിയിരുന്ന അവന്റെ ചേച്ചിയായ സീതയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബൂട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടിയാണ് കൊന്നുകളഞ്ഞത്. അതാണ് തനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാണ് ക്രിസ്റ്റഫർ കരയുന്നത്. അവനെ ആശ്വസിപ്പിക്കുകയാണ് റെബേക്ക. അതേസമയം തന്നെ ക്രിസ്റ്റഫർ ഒരു കാര്യം അവളോട് തുറന്നു പറയുന്നു. എന്റെ പേര് ക്രിസ്റ്റഫർ എന്നൊന്നുമല്ല, എന്റെ പേര് യഥാർത്ഥത്തിൽ കൃഷ്ണൻ
നായർ എന്നാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നാടകമൊക്കെ കളിക്കുമായിരുന്നു. രാവണന്റെ വേഷമൊക്കെയാണ് ഞാൻ കെട്ടിയിരുന്നതെന്നും അവൻ തുറന്നു പറയുന്നു. അത് കേട്ട് റെബേക്ക ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്റ്റഫർ എന്ന കള്ളപ്പേരിൽ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യൻ മതമാണ് ഏറ്റവും വലുതെന്ന് കരുതിയാണ് ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. എല്ലാവരും തുല്യരാണ്. മതമൊന്നുമില്ലാതെ എല്ലാവരും തുല്യരായി ജീവിക്കുന്നത് പോലെ എനിക്ക് ഈ ഗ്രാമത്തിനെ ആക്കി മാറ്റണം. എനിക്ക് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യസമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നതായിരുന്നു ക്രിസ്റ്റഫറിന്റെ മറുപടിയും. എന്നാൽ അതേസമയം റെബേക്ക ഒരു കാര്യം കൂടി പറയുന്നു. നീ ക്രിസ്റ്റഫർ അല്ല എന്നും കൃഷ്ണൻ നായരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം നീ നാടകമൊക്കെ കളിക്കില്ലേ, അതിൽ രാവണന്റെ വേഷമൊക്കെ കിട്ടിയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നും റെബേക്ക പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് പരിചയപ്പെടുകയും ക്രിസ്റ്റഫർ എന്ന രീതിയിൽ കൃഷ്ണൻ നായർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ റെബേക്കയ്ക്ക് അവന് വീണ്ടും ഒരുപാട് ഇഷ്ടമാവുകയാണ് ചെയ്തത്. അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് റെബേക്ക അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അടുത്ത ദിവസമാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്റ്റഫർ എന്ന പേരിൽ കൃഷ്ണൻ നായർ എന്ന ആളാണ് വേഷം മാറി എത്തിയിരിക്കുന്നതെന്ന് പള്ളിയിലച്ചൻ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഈ നാട്ടിൽ നിർത്തരുതെന്ന് പറഞ്ഞ് അടിച്ചോടിക്കുകയാണ്. അവന്റെ ശിഷ്യനെയും കൂടിയാണ് നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുന്നത്. മാത്രവുമല്ല, ഒരുപാട് അപമാനിക്കും വിധമാണ് ഗ്രാമവാസികൾ എല്ലാവരും സംസാരിക്കുന്നത്. ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അവർ ഓർക്കുന്നതേയില്ല. അവനെ അവിടെ നിന്നും ഒരു പട്ടിയെ പോലെ ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നും നമ്മുടെ ക്രിസ്റ്റഫർ, അതായത് കൃഷ്ണൻ നായർ, കൃഷ്ണൻ നേരെ വരുന്നത് റെബേക്കയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. റെബേക്കയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. റെബേക്ക പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരുടെ നാടകം കാണാൻ വന്ന സമയത്തെ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നെ ഇങ്ങനെ പട്ടിയെ പോലെ അടിച്ചോട്ടിക്കുന്ന ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഇതെല്ലാം ഉപേക്ഷിക്കുവാനായിട്ടും റെബേക്ക പറയുന്നു. എനിക്ക് എന്തായാലും നിന്നെ ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നും റെബേക്ക അവനോട് ചോദിക്കുന്നു. കൃഷ്ണൻ ഒരുപാട് സന്തോഷമായി. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നത്. റെബേക്കയും ബസ് കയറി പോകുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡിന് ചെറിയൊരു ആശയം തോന്നുകയാണ്. ജനങ്ങൾ എല്ലാവരും ഇപ്പോൾ സമാധാനത്തോടു കൂടിയാണല്ലോ ജീവിക്കുന്നത്. ജനങ്ങളുടെ ആ ഒരു സമാധാനം നഷ്ടമാക്കണം. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കണമെന്നും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നാട്ടിലേക്ക് വരുത്തുകയാണ്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രത്യേകത എന്നാൽ അയാൾ ഒരു സൈക്കോയാണ്. രക്തം കണ്ടാൽ മാത്രമേ ആഹാരം കഴിക്കൂ എന്നുള്ളൊരു മട്ടാണ് അയാൾക്ക്. ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ജനങ്ങളെയൊക്കെ വെറുതെ കൊന്നൊടുക്കുന്നതിൽ ഒരു ഹരമാണ് അയാൾക്ക്. അങ്ങനെയുള്ള ഒരു രാക്ഷസിനെയാണ് ദേ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു രാക്ഷസനായ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുവാനായും നോക്കുന്നു. എന്നാൽ അതേസമയം നമ്മുടെ നായികയെ റെബേക്ക അടുത്ത ഗ്രാമത്തിലേക്ക് നാടകത്തിന് വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ആ ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനും ടീമും. എന്നിട്ട് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. അവസാനം റെബേക്കയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ റെബേക്കയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവസാനം ആ ഫോട്ടോ എടുത്തു വെച്ച് ചിരിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഈ ഒരു വിവരം നമ്മുടെ കൃഷ്ണൻ അറിയിക്കുകയാണ്. അവൻ ആകെ തകർന്നു പോകുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. സത്യത്തിൽ ഇതെല്ലാം ഒരു പ്ലാനാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് പിന്നിലും മറ്റൊരാളുണ്ട്. അയാളുടെ ലക്ഷ്യം ഈ ഒരു ഗ്രാമം മുഴുവൻ അയാളുടെ കൈവശം കൊണ്ടുവരിക. അയാളാണ് ഈ കഥയിലെ മെയിൻ വില്ലൻ. അയാളുടെ ഉദ്ദേശം പോലെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നത്. എന്തെന്നാൽ ആ മലയില് കുറച്ച് ആളുകൾക്ക് വസ്തുവുണ്ട്. റെബേക്ക കൃഷ്ണനോട് പറഞ്ഞിരുന്നു തനിക്ക് മലയോര ഗ്രാമത്തിലെ ഏകദേശം 3-4 ഏക്കർ വസ്തു ഉണ്ടെന്ന്. മാത്രവുമല്ല, ഇപ്പോൾ ഈ ഒരു വില്ലൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ മലയോര ഗ്രാമത്തില് വസ്തുക്കളുള്ള എല്ലാവരെയും കൊന്നുകളയണം. അതിനുശേഷം ആ വസ്തുവെല്ലാം തനിക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് മലയോര ഗ്രാമത്തിൽ വസ്തുവുള്ള എല്ലാവരെയുമാണ് കറക്റ്റ് ലക്ഷ്യം വെച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നത്. അങ്ങനെ റെബേക്ക മരിച്ചതെറിഞ്ഞ് അവിടേക്ക് എത്തുകയാണ് കൃഷ്ണൻ. കൃഷ്ണൻ ആകെ തകർന്നു പോകുന്നു. റെബേക്കയുടെ മരണാനന്തര ചടങ്ങുകളും ഒക്കെ നടത്തുകയാണ്. കൃഷ്ണൻ ഒരു സംശയം തോന്നും. കാരണം മലയോര ഗ്രാമത്തില് വസ്തുക്കൾ ഉള്ളവരെയാണ് കറക്റ്റ് ലക്ഷ്യം വെച്ച് കൊന്നിരിക്കുന്നത്. റെബേക്കയും തനിക്ക് വസ്തുവുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു മലയോര ഗ്രാമം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടും ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയാണെന്ന് കൃഷ്ണന് മനസ്സിലായി. ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം തന്നെ നടക്കുകയാണ്. പല മതത്തിലുള്ളവർ തമ്മിൽ തല്ലുകയാണ്. വലിയൊരു ലഹള തന്നെ നടക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ കൃഷ്ണനാണെങ്കിൽ ജനങ്ങളോട് എല്ലാവരോടും തന്റെ സംശയമെല്ലാം പറയുകയാണ്. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ തമ്മിൽ തല്ലുകയല്ല വേണ്ടത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കലാണെന്നുമുള്ള കാര്യമൊക്കെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ജനങ്ങളെ ഒരുപാട് ഉപദേശിക്കും. ഒടുവിൽ ജനങ്ങൾ പതിയെ പതിയെ മാറുകയാണ്. ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടുവാനായും തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് മെയിൻ വില്ലൻ എന്നുള്ളത് കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ജനങ്ങളെയൊക്കെ ക്രൂരമായിട്ട് കൊന്നൊടുക്കുന്ന കുഞ്ഞമ്പു നമ്പ്യാരെ കുറിച്ച് കാണിച്ചില്ലേ? ആ കുഞ്ഞമ്പു നമ്പ്യാർ തന്നെയാണ് കഥയിലെ യഥാർത്ഥ വില്ലൻ.
കാലാകാലങ്ങളായിട്ട് ആ ഒരു മലയോര ഗ്രാമത്തിനെ അടക്കി വാഴുന്നത് കുഞ്ഞമ്പൂ നമ്പ്യാരാണ്. കുഞ്ഞമ്പൂ നമ്പ്യാർ ആ ഗ്രാമത്തിലുള്ളവരെയൊക്കെ കൊന്നൊടുക്കിയതിനു ശേഷം അവരുടെ വസ്തുവെല്ലാം കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. എന്തെന്നാൽ ആ ഒരു മല മുഴുവൻ സ്വർണമുണ്ട്. സ്വർണമെല്ലാം പതിയെ പതിയെ വെട്ടിയെടുക്കുകയാണ് കുഞ്ഞമ്പൂ നമ്പ്യാർ ചെയ്യുന്നത്. എന്നിട്ട് ഗവൺമെന്റിന് അതിൽ നിന്നും കൈക്കൂലി കൊടുത്തതിനു ശേഷം കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ മലയോര ഗ്രാമത്തില് ഒരുപാട് പേർക്ക് വസ്തുവുണ്ടല്ലോ. അതിലൊരാളാണല്ലോ റബേക്കയും. റബേക്കയ്ക്കും ഏകദേശം 3-4 ഏക്കർ വസ്തുവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞമ്മു തമ്പിയാർ ആ ഒരു മലയോര ഗ്രാമത്തിൽ വസ്തുവുള്ളവരെ എല്ലാവരെയും കറക്റ്റ് ലക്ഷ്യം വെച്ച് കൊന്നുകളഞ്ഞതും. അവരെല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വസ്തു മുഴുവൻ കുഞ്ഞമ്മു നമ്പ്യാർക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണന് മനസ്സിലായിട്ടുണ്ട്. കുഞ്ഞമ്മു നമ്പ്യാരുടെ ഉദ്ദേശവും മനസ്സിലായി. ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് തനിക്ക് തടയണമെന്നും കൃഷ്ണൻ തീരുമാനിക്കുന്നു. ഒരു രാക്ഷസനെ പോലെയായി മാറുകയാണ് കൃഷ്ണൻ. കുഞ്ഞമ്മു നമ്പ്യാരെ തകർക്കണം. അത് മാത്രമായിരുന്നു കൃഷ്ണന്റെ ലക്ഷ്യവും. മാത്രവുമല്ല, നാട്ടിൽ ക്രമസമാധാനവും കൊണ്ടുവരണമെന്നാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞമ്മു നമ്പ്യാർ ചെയ്യുന്നത്, പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ജനങ്ങളെയൊക്കെ കുഞ്ഞമ്മു നമ്പ്യാർ എങ്ങനെ ദ്രോഹിച്ചോ അതുപോലെ തന്നെ ദേ ഇപ്പോൾ പോലീസുകാരെ എല്ലാവരെയും തന്റെ വരുതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കുഞ്ഞമ്മു നമ്പ്യാരുടെ കൈവശം ഒരുപാട് കാശുള്ളത് കൊണ്ട് തന്നെ ആ കാശ് വെച്ച് പോലീസിനെയൊക്കെ വിലക്കി വാങ്ങി എന്ന് തന്നെ പറയാം. എന്നിട്ട് പോലീസുകാരെ കൊണ്ട് ഗ്രാമവാസികളെ എല്ലാവരെയും ഉപദ്രവിപ്പിക്കുന്നു. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ജനങ്ങളെ ദ്രോഹിച്ചത് അതുപോലെ തന്നെയാണ് പോലീസുകാർ ഇപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതും. എന്നാൽ അവിടേക്ക് കൃഷ്ണൻ എത്തുകയാണ്. കൃഷ്ണനാണെങ്കിലോ ഒറ്റയ്ക്ക് നിന്ന് പോലീസുകാരോട് എല്ലാവരോടും പോരാടുന്നു. ഒരു ഘട്ടത്തിൽ കൃഷ്ണന് മുന്നിലേക്ക് റബേക്കയെ കൊന്ന പോലീസ് ഉദ്യോഗസ്ഥനില്ലേ അയാൾ വന്ന് നിൽക്കുകയാണ്. റബേക്ക കൊല ചെയ്യപ്പെട്ടതാണെന്നും റബേക്കയെ കൊന്നത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും കൃഷ്ണൻ അറിയാവുന്നത് കൊണ്ട് തന്നെ കൃഷ്ണൻ നേരെ ആ പോലീസ് ഉദ്യോഗസ്ഥനടുത്തെത്തി അയാളെ തല്ലുകയും അവസാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ കൊന്നു കളയുകയും ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ പ്രശ്നമെല്ലാം അവസാനിപ്പിച്ചിട്ട് നേരെ കൃഷ്ണൻ പോകുന്നത് കുഞ്ഞമ്മു നമ്പ്യാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. തന്റെ ആ ഒരു ബംഗ്ലാവിനുള്ളിൽ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞമ്മു നമ്പ്യാർ. അവിടേക്ക് എത്തുകയാണ് കൃഷ്ണൻ. രാവണവേഷം ധരിച്ചെത്തുകയാണ് കൃഷ്ണൻ. കൃഷ്ണനെ കണ്ട് വല്ലാത്തൊരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയാണ് കുഞ്ഞമ്പു നമ്പ്യാർ. കുഞ്ഞമ്പു നമ്പ്യാരുടെ കൈവശം ഒരു തോക്കുമുണ്ട്. എന്നാൽ കൃഷ്ണനാണെങ്കിൽ കുഞ്ഞമ്പു നമ്പ്യാരെ തന്നെ രൂക്ഷമായി നോക്കുന്നു. കുഞ്ഞമ്പു നമ്പ്യാർ കൃഷ്ണനെ നോക്കി ചിരിക്കുന്നതും രൂക്ഷമായി കുഞ്ഞമ്പു നമ്പ്യാരെ നോക്കുന്ന കൃഷ്ണനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന്റെ കഥ അവിടെ അവസാനിപ്പിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ എന്ത് സംഭവിച്ചുവെന്നത് ഈ സിനിമയുടെ 2ാം ഭാഗത്തിൽ കാണാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.